ഇന്ന് രാവിലെ തന്നെ ഒരു ചായയും പാസ്സാക്കിയിട്ട് നേരെ തേങ്ങാച്ചോറ് വെക്കാനായിട്ട് നിന്നു. ഇപ്പൊ കുക്കറിൽ തേങ്ങാച്ചോറ് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എപ്പോൾ വെച്ചാലും നല്ല ക്ലിയർ ആയിട്ട് ശരിയായിട്ട് കിട്ടാറുണ്ട്. ഒരു 3 നാഴി അരി, ഒരു തേങ്ങ മുഴുവനായിട്ടും, ഒരു 20 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും, ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ, ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടതും കൂടെ ചേർത്തിട്ടുണ്ട്. അരിയുടെ ഇരട്ടി വെള്ളം കൂടി വെച്ചിട്ട് കുക്കർ നമ്മൾ അടിച്ച് നേരെ ഗ്യാസിലോട്ട് വെച്ചു. ഒറ്റ കൂക്ക് മതി കേട്ടോ. അതുപോലെ തന്നെ ബീഫുള്ള മസാലയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതും കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 കുക്കർ മതി നമുക്ക് ചോറും ചിക്കനും സെറ്റ് ആവാനായിട്ട്. ചിക്കൻ ഇങ്ങനെ എണ്ണയിലിട്ട് വാട്ടി വെക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. എന്നാൽ പിന്നെ ആ ഒരു എണ്ണൻ്റെതും വാട്ടിയിട്ടുള്ളതും എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അധികം മുളക് പൊടി ഇടാറില്ല, അധികം കുരുമുളക് ഇങ്ങനെ ജസ്റ്റ് ചതച്ചിട്ട് അല്ലെങ്കിൽ പൊടിച്ചിട്ട് ഇടാറാണ്. ഒറ്റ കൂക്കിന് നമ്മുടെ തേങ്ങാച്ചോറ് കൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം വേവ് ഏറിയിട്ടുമില്ല, വേവ് കുറഞ്ഞിട്ടുമില്ല കേട്ടോ. കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. തേങ്ങാച്ചോറ് കഴിക്കുമ്പോഴേ എനിക്ക് ആ ഒരു ഉലുവച്ചോറൊക്കെ നമ്മൾ കഴിക്കുമല്ലോ, അതിൻ്റെ ആ ഒരു ഓർമ്മയ്ക്കാണ് വരാറുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉലുവച്ചോറ് കഴിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കൂടുതൽ എണ്ണയും ഉണ്ടാക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ചിക്കൻ ഇന്ന് ഇത്തിരി ലൂസിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്, കാരണം നമുക്കിത് അത്യാവശ്യം കറി വേണം. ചിക്കനിലാണെങ്കിൽ എത്ര വെള്ളം ഒഴിക്കാതെ വെച്ചാലും നമ്മൾ കുക്കർ തുറക്കുമ്പോൾ ഒരു ചെമ്പട്ടി വെള്ളം ഉണ്ടാവില്ലേ, അത് എവിടെ നിന്ന് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് എനിക്കറിയാത്തത്. ഏകദേശം നമ്മുടെ വെട്ട് കേക്കിൻ്റെ അവിടേക്ക് അങ്ങോട്ട് എത്തൂല്ല, അതിൻ്റെ ഒരു അനിയനൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം അതിൻ്റെ ഇടയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ചായയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. പ്രകൃതിയൊക്കെ അങ്ങോട്ട് ആസ്വദിച്ചിട്ട് ചായ കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഉന്മേഷം ഇതൊക്കെ കിട്ടില്ലേ, കുറച്ച് സന്തോഷം കൂടി കിട്ടും. അപ്പോഴേക്ക് ഇതാ കുഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം കുറേ നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ, തറവാട്ടി പോകണം എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ അവനത് അവനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവൻ്റെ കൂടെ പോവാണ്. ഇനി പിന്നെ നമ്മൾ ആരെയും കണ്ടു കാണൂല കേട്ടോ. ഒരു വണ്ടിപ്രാന്തനെ മറ്റൊരു വണ്ടിപ്രാന്തം കൊണ്ടുപോവാണ്, രണ്ടുപേരും വണ്ടിപ്രാന്തന്മാരാണ്. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കാക്കു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാദി അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ വന്നപ്പോൾ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ തപ്പിത്തെറിഞ്ഞ് കഴിക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ. വാഫർ റോള് സച്ചുനി ഫാദിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഓരതെന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെതും കൂടിയാണെന്ന് നിങ്ങളോട് വിചാരിച്ചാലുണ്ട് കേട്ടോ. കാരണം പകുതിയിലേറെ നമ്മളാണ് കഴിക്കാറുള്ളത്. എന്തായാലും കുട്ടികളെ പേരും പറഞ്ഞിട്ട് തള്ളാർ കഴിക്കുക എല്ലായിടത്തുള്ള സ്ഥിതി തന്നെയാണ്. ചോറ് എടുക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവസ്ഥ. കുട്ടിയൊക്കെ പറഞ്ഞെടുത്തിട്ട് കുറച്ചൊക്കെ നമ്മുടെ വയറ് ഫുള്ളാക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പെടുക്കാനാവില്ല. അപ്പോൾ നമുക്ക് ദേഷ്യം കൂടുതൽ. ഒക്കെ കഴിഞ്ഞ് പുറത്ത് നമ്മൾ ചെന്നപ്പോൾ കണ്ടൊരു സംഭവമാണ് കേട്ടോ ഇത്. നമ്മുടെ കാറിൻ്റെ കവറൊക്കെ ഫുള്ളായിട്ട് കീറി വെച്ചിട്ടുണ്ട്. സംഭവം എന്തായാലും ഒരു പട്ടി കാട്ടി വെച്ചിട്ടുള്ള ഒരു പണിയാണെന്നുള്ളത് മനസ്സിലായി. കാരണം നമ്മുടെ ചെരുപ്പും ചവിട്ടിയും സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒക്കെ എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിലും വലിയൊരു അക്രമം ഇനിയിപ്പോൾ എല്ലാന്ന് പറയാം. സൗണ്ടും കാര്യങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് നമ്മൾ പുറത്ത് ചെന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. കവറ് മാത്രം കടിച്ച് കീറുകയാണെങ്കിൽ നമുക്ക് അത്ര സങ്കടമല്ല കേട്ടോ. അതിൻ്റെ മുകളിലുള്ള നല്ല പൊടിയും കാര്യങ്ങളൊക്കെ അവിടെ കുടഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ലപോലെ സ്ക്രാച്ചും ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ നഖം എന്തോ തട്ടിയതാ തോന്നുന്നുണ്ടോ, നല്ലപോലെ സ്ക്രാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് നല്ലൊരു കവറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ മുകളിൽ ഞാൻ ടാഗ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ.